തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ 10,000-കണക്കിന് മക്കൾ കർത്താവ് ഉടമ്പടി എടുത്ത് ജീവിക്കുന്നുണ്ട്. ഈശോയെ, അവരിന്ന് രാവിലെ ചെല്ലുന്ന പ്രത്യക്ഷ പ്രാർത്ഥനയോട് ചേർത്തുകൊണ്ട് അങ്ങനെ മക്കളുടെ കണ്ണുനീരിപ്പോൾ ഒപ്പിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, അങ്ങനെ മക്കൾ ഇന്ന് അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയെ കൂടിക്കൊണ്ട് നടന്നു പോകുന്ന സ്ഥാപനങ്ങൾ, കർത്താവുടെ ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പരീക്ഷകൾ, അവരുടെ ജീവിത യാപനങ്ങൾക്ക് വേണ്ടിയും കുടുംബം പോറ്റാൻ വേണ്ടി അവരുടെ അധ്വാനങ്ങൾ, തൊഴിലുകൾ, അവരെടുക്കുന്ന കാര്യങ്ങളെല്ലാം, അവരെന്ത് കാര്യമാണ് അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത്, ഏത് കാര്യമാണോ ചിന്തയാണോ അവരുടെ മനസ്സിനെ അലട്ടണത്, അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ പരിശുദ്ധമ ദേവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഞാൻ ഈശോയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ട് പൂർണ്ണമായി കർത്താവിൽ നിങ്ങൾ അതിൽ നിന്ന് വിടുവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ. നിൻ്റെ സംസാരങ്ങൾ, എടുക്കേണ്ട തീരുമാനങ്ങൾ, അത് നല്ലതോ ചീത്തയായാലും നടപ്പിൽ വരുത്താൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ക്രമീകരണം നിനക്ക് ലഭിക്കട്ടെ. ദൈവത്തിലെ തർക്കങ്ങൾ നിൻ്റെ കുടുംബത്തിലുണ്ടെങ്കിൽ, സഹോദരങ്ങൾ തമ്മിൽ, മാതാപിതാക്കന്മാർ തമ്മിൽ എല്ലാം ഉണ്ടാകുന്ന തർക്കങ്ങൾ എത്രയും വേഗം പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കാൻ അല്ല ചെയ്ത കർത്താവിൻ്റെ അപ്പോസ്തലികമായ അധികാരത്താൽ ഞാൻ നിൻ്റെ കുടുംബത്തിന് സമാധാനം ആശംസിക്കുന്നു. ഹൃദയത്തിൽ ബ്ലോക്കുള്ളവരുണ്ട്, കരളിന് ഫാറ്റി ലിവറുള്ളവരുണ്ട്, കിഡ്നിക്ക് ബൾജിങ്ങുള്ളവരുണ്ട്, ചുരുങ്ങുന്നവരുണ്ട്, അതുപോലെ നട്ടലിന് കശേക തെറ്റിപ്പോയവരുണ്ട്, പലതരത്തിലും ജോലി എടുക്കാൻ പറ്റാത്തവരുണ്ട്, ഇനി വേലയെടുത്ത കുഞ്ഞുങ്ങളെ പോറ്റുമെന്ന് ഓർത്തുകൊണ്ട് കണ്ണീരിടുന്നവരുണ്ട്. അവരെല്ലാം കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെ നീശോനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരൻ നീക്കാമേ. എൻ്റെ മക്കളെ, കുറേ ഈ ജീവിത പ്രശ്നങ്ങളെ അവൻ്റെ പ്രാർത്ഥനയെ സ്പാർക്ക് ചെയ്യാൻ, പ്രാർത്ഥനയ്ക്ക് പൊരിയുണ്ടാകാൻ, ഇപ്പം നമ്മൾ കിക്ക് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് സ്പാർക്ക് ചെയ്തിട്ടല്ലേ ഈ ബൈക്ക് സ്റ്റാർട്ടാകണത്? അപ്പം അതുപോലെ തന്നെയാണ് പ്രാർത്ഥനയ്ക്ക് പൊരിയുണ്ടാക്കാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ സംഭവം. പ്രാർത്ഥിക്കുന്ന വിഷയത്തെക്കുറിച്ച് നമ്മളത് മീൻ ചെയ്താൽ മതി, നമ്മൾ ഉദ്ദേശിച്ചാൽ മതി. അപ്പോൾ ഉദ്ദേശിക്കുമ്പോൾ ദൈവസ്നേഹം ഉണ്ടാകണം, ദൈവവിശ്വാസം ഉണ്ടാകണം, പ്രത്യാശ ഉണ്ടാകണം. ലൂക്ക 10:26 അവൻ ചോദിച്ചു നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നിയമത്തിൽ എന്ത്, അതായത് വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? അതാണ് പ്രശ്നം. വാട്ട് യു മീൻ ഇറ്റ്? അതെ, വചനത്തിൽ എന്ത് എഴുതിയാലുവേ ഓരോ അണ്ണന്മാരത് എങ്ങനെ മനസ്സിലാക്കണമെന്നില്ലേ? ഇതുപോലെ പ്രാർത്ഥന നമ്മൾ ഒത്തിരി വാരിക്കെട്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ചിലരുടെ പ്രാർത്ഥന അവർ ഉദ്ദേശിച്ചാണ് പ്രാർത്ഥിക്കുന്നത്, ചില പ്രാർത്ഥന അത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രാർത്ഥിച്ചു പോകുന്നതാണ്. അപ്പോൾ അത് ഇപ്പോൾ നമ്മളത് പ്രാർത്ഥിക്കുന്ന മീൻ ചെയ്യണം, നമ്മളത് ഉദ്ദേശിക്കണം. കാര്യം ഇപ്പം തന്നെ അതാണ് രോഗിയോടും കർത്താവ് ചോദിക്കും, നീ യഥാർത്ഥത്തിൽ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? യോഹന്നാൻ 5:6 അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അതായത് യഥാർത്ഥത്തിൽ നീ ആഗ്രഹിക്കുന്നുണ്ടോ സുഖം പ്രാപിക്കാൻ? കാര്യമേ ഇതാണ് എൻ്റെ വിധിയെന്ന് വിധിയോട് ചില ആൾക്കാർ സമരസപ്പെട്ടു പോകും, കണ്ടീഷൻഡായി പോകും ആൾക്കാർ. അപ്പം അവർക്ക് അതായത് ദൈവത്തിൻ്റെ ആവശ്യം പോലെ സുഖം പ്രാപിക്കണേ, സുഖം നോക്കട്ടെ എന്നിട്ട് പുള്ളിക്കാരൻ അതിൻ്റെ അകത്ത് മെഴുകിയിരിക്കുകയും. അപ്പോൾ അതുകൊണ്ട് ഈശോ അവൻ്റെ ബോധതലത്തിലേക്ക് ഇത് കൊണ്ടുവരും. അവൻ്റെ അവബോധ തലത്തിൽ അവൻ പറയണത് സുഖം പ്രാപിച്ച് എൻ്റെ വിധി ഇവിടെ കിടന്നായിരിക്കും തീരണത്. തീരട്ടെ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, തീരണം നടക്കുന്ന ആൾക്കാരുണ്ട്. അത് പുറത്ത് പറയത്തില്ല, എൻ്റെ ഉള്ളു മനസ്സിലുണ്ടാവും. അതിനെ ഈശോ മുകളിൽ കൊണ്ടുവരികയാണ്. എന്താണ്? നിൻ്റെ വിധി തിരുത്താൻ പോകുന്നു. ഡു യു മീൻ ഇറ്റ്? നീ അത് ഉദ്ദേശിക്കുന്നുണ്ടോ? നീ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ യേസ് മൈ ലോർഡ്. അപ്പോഴാണ് അയാൾ പറയണത് എന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് പറയണത്. ഇത് പ്രാർത്ഥനയെ സ്പാർക്ക് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ പറയണ കാര്യങ്ങൾ നമ്മൾ മീൻ ചെയ്ത ഉടനെ പ്രാർത്ഥനയിൽ പൊരി ഉണ്ടാവും.
പ്രാർത്ഥനയുണ്ട്, സ്പാർക്കുണ്ടാകും. അപ്പം അത് എപ്പോഴും ഇതുപോലെ ആയിരിക്കണം. നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാൽ അത് നമ്മൾ ഓൺ ചെയ്യണം, അത് മീൻ ചെയ്യണം, അത് നമ്മൾ അതുപോലെ ഉദ്ദേശിക്കണം. കറക്റ്റാണ്, ഞാൻ ഇത് ഉദ്ദേശിക്കുന്നുണ്ട്, ഞാൻ ഉദ്ദേശിച്ച് തന്നെ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ആൾക്കാർ പറയാം അതിന് ഈ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയത്തില്ലേ, അതാണ് ഈ സാധനം, പ്രാർത്ഥന സ്പാർക്ക് ഉണ്ടാക്കുന്നത്. എന്താ കാര്യം വെച്ചാൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഈ വചനം ഉണ്ടല്ലോ, വചനം എപ്പോഴും നമ്മളിങ്ങനെ ഇടക്കിടക്ക് വായിക്കാനുള്ള, എപ്പോഴും വായിക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് പറയണത്. നിങ്ങളുടെ പരാധീനതകൾ ദൈവത്തോട് പറയണം. കർത്താവേ, ഇപ്പം ഞാനിപ്പോൾ കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, എനിക്ക് പണ്ട് ഭയങ്കര ഈ കുർബാന സ്വീകരിക്കുമ്പോൾ വല്ലാത്ത ഇൻറ്റിമസി ആയിരുന്നു, എൻ്റെ കണ്ണൊക്കെ നിറയുമായിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ കണ്ണൊക്കെ നിറയണില്ല. അപ്പോൾ എനിക്ക് വല്ല കുഴപ്പമുണ്ടാവും. ഞാൻ എങ്ങനെ ചിന്തിച്ച് നോക്കിയിട്ട് ഹരിച്ചും കുണിച്ചും നോക്കിയിട്ട് കുഴപ്പം കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈശോയെ പറയാൻ തുടങ്ങി, ഈശോയെ എനിക്ക് കമ്മ്യൂണിയൻ സ്വീകരിക്കുമ്പോൾ ഒരു ഇൻറ്റിമസി വേണം മുമ്പത്തേക്കാളും. ഉണ്ട്, ഇല്ലെന്നല്ല, മുമ്പത്തേക്കാൾ. കാര്യം ഇതിന് ഒരു ആത്മീയത അനുഭവത്തിന് അറ്റമാർത്തിയില്ലേ. അത് നമ്മൾ കുറേ ക്ലേശത്തിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് അതിനൊക്കെ കുറച്ചുകൂടി വിലയുള്ളത്. അല്ല, നിങ്ങളൊക്കെ ഓർക്കണത് ഇതിൻ്റെ ക്ലേശം കഴിയട്ടെ. ചില ആൾക്കാർ ഉടമ്പടി തിരി വാങ്ങിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ഞാൻ ചേച്ചി ഉടമ്പടി എടുത്തേ, കത്തിച്ച് തീ കത്തിച്ചിട്ടില്ല, അത് മകളെ പ്രസവിക്കാമെന്ന് നിൽപ്പുണ്ട്.